കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ അപ്ഡേറ്റ്സാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കാസർഗോഡ് കറന്തക്കാട് മുതൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്, നാഷണൽ റേഡിയോ, ഇലക്ട്രോണിക്സ് വരെ 1.1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബോക്സ് ഗേർഡിലുള്ള ആറുവരിപ്പാലം വരുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ബോക്സ് ഗേർഡിലുള്ള ആറുവരിപ്പാലമാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് ഇതൊരു പരിഹാരം എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. PC റോഡ് മുതൽ അടുക്കത്ത് ബയൽ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ BC റോഡിലെ അണ്ടർപാസിൻ്റെ ദൃശ്യമാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വിദ്യാനഗർ ഭാഗത്തുള്ള അണ്ടർപാസേജിൻ്റെ മുകളിലായിട്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞത്. അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ലോഡിംഗ് ടെസ്റ്റ് നടക്കുകയാണ്. താഴെയായിട്ട് ഇപ്പോൾ അണ്ടർപാസിന് താഴെയായിട്ട് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അവസാനഘട്ട വർക്കുകൾ ഇപ്പോൾ നിലവിൽ നടക്കുകയാണ്. ഒൻപത് ടിപ്പർ ലോറികൾ ഉപയോഗിച്ചിട്ടാണ് ലോഡിംഗ് ടെസ്റ്റ് നടത്തുന്നത് കേട്ടോ. മറുവശത്തും നിലവിൽ സമാനമായ രീതിയിൽ ലോഡിംഗ് ടെസ്റ്റ് നടക്കുകയാണ്. ഇവിടെ മുതൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഫൈനൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അതിവേഗമാണ് നമ്മുടെ ULCC ഭാഗങ്ങളിൽ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഈ ഭാഗങ്ങളായിട്ട് ഇനി കുറച്ച് ഭാഗങ്ങളിൽ ലൈറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ ഡിവൈഡറിൻ്റെ ഭാഗത്ത് പെയിൻറ്റിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഡിവൈഡറിൻ്റെ ഭാഗത്തൊക്കെ നിലവിലിപ്പോൾ വെള്ളമടിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മുതൽ ലൈനിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആറുവരിപ്പാതയിൽ ഫൈനൽ ടാറിങ് നടത്തിയതാണ്. നമ്മൾ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് വരുന്ന നടപ്പാതയുടെ ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ നീല പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടപ്പാതയുടെ നിർമ്മാണം കുറച്ച് ഭാഗങ്ങളായിട്ട് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ലൈനിങ് വർക്ക് നമ്മുടെ അപ്രോച്ച് റോഡ്, നുള്ളിപ്പാടി അപ്രോച്ച് റോഡ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലതു ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോഴേക്ക് നമുക്ക് ഇടത് ഭാഗത്തായിട്ടും ഒരു മെർജിങ് പോയിന്റ് കാണാൻ കഴിയും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അണങ്കൂർ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ചെറിയൊരു അണ്ടർ പാസേജാണ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അണങ്കൂറിൽ അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ണൂർ ജില്ലയിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലും വലിയ അണ്ടർ പാസേജ് അവർ നേടിയെടുത്തിട്ടുണ്ട്.
നമ്മുടെ ദേശീയപാത ഇവിടെ മുതൽ വളഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് കുന്നുപോലെയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് നമ്മളെ അണങ്കൂർ കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് 2 ഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഫൈനൽ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. നടപ്പാതയുടെ നിർമ്മാണം നമ്മൾ ഇടത് വശത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വലത് ഭാഗങ്ങളിലായിട്ട് ഇനി നടപ്പാതയുടെ നിർമ്മാണം കുറച്ച് ഭാഗങ്ങളിലായിട്ട് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നുള്ളിപ്പാടി ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഈ വലതുഭാഗത്തായി ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഈ ഭാഗങ്ങൾ നിലവിലിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. ഫൈനൽ ടാറിങ് കഴിഞ്ഞതാണ്. ഈ ഭാഗങ്ങളിൽ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ അണ്ടർ പാസേജ് വരാൻ സാധ്യത ഇല്ലെന്നാണ് അറിവ്. അപ്പോൾ നമ്മൾ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമരം ഇവർ അവസാന ഘട്ടത്തിലാണ് നടത്തിയേട്ട. കാരണം ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല. ഇവർ വിചാരിച്ചത് ഈ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള മേൽപ്പാലം കുറച്ചുകൂടി നീട്ടിയിട്ട് നമ്മൾ ഈ അമ്പലം കാണുന്നില്ലേ, ഈ ഭജന മന്ദിരത്തിൻ്റെ ആ ഭാഗത്തോളം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും സമരം മുമ്പേ നടത്തിയിരുന്നെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ ഇവിടെ അണ്ടർ പാസേജ് കിട്ടുമായിരുന്നു. നിലവിൽ ഇപ്പോൾ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന വർക്കാണ് നടക്കുന്നത്. നിലവിലിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് സർവീസ് റോഡിന് വേണ്ടിയുള്ള നിർമ്മാണം നടക്കുകയാണ്. ഏകദേശം മണ്ണെടുത്ത് ലെവലാക്കിയിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തൊക്കെ മാസ്റ്റിക് പാഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നിതിൻ ഗഡ്കരി സർ വരുമെന്നാണ് അറിഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മുടെ കേരളത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു അഭിമാനമാകാവുന്ന ഒരു മേൽപ്പാലമാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. നമ്മുടെ മലയാളി എഞ്ചിനീയർമാരുടെ ഒരു വിസ്മയം തന്നെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിലെയും നമ്മുടെ മലപ്പുറം ജില്ലയിലെ 1ാമത്തെയും 2ാമത്തെ റീച്ച് കൂടാതെ കോഴിക്കോട് ബൈപ്പാസ് എന്നിവിടങ്ങളുടെ വർക്ക് ഏകദേശം 90% കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന് താഴെയായിട്ട് ഒരുപാട് പാർക്കിംഗ് സ്പേസുകൾ ലഭിക്കും. കൂടാതെ ജിംനേഷ്യം, ഷട്ടിൽ കോർട്ട് തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഭാഗങ്ങളിലായിട്ട് തുടങ്ങുന്നതായിരിക്കും. എന്തായാലും ഈ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വികസനമാണ് വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഒരുപാട് പ്രേക്ഷകർ കമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ട്, നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് വികസനമാണ് വരാൻ പോകുന്നതെന്നത്. അപ്പോൾ നമ്മുടെ പാതകൾ റെഡിയായാൽ, നമ്മുടെ സഞ്ചാരത്തിനുള്ള ഈ 6 വരി പാത റെഡിയായാൽ നമ്മുടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ സാധിക്കും. കൂടാതെ ചരക്ക് ഗതാഗതം പെട്ടെന്ന് തന്നെ
നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. അപ്പോൾ കേരളത്തിലുടനീളം നമുക്കറിയാം നല്ല ട്രാഫിക്കാണ്. അതിനൊക്കെ ഒരു പരിഹാരം വരും. കൂടാതെ ഒരുപാട് കമ്പനീസൊക്കെ വരികയാണ്. നാട് വികസിക്കുക. നമ്മുടെ കേരളത്തിൽ തന്നെ മുഖച്ഛായ മാറാൻ പോകുന്ന രീതിയിലുള്ള വികസനമാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വന്ന് കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ മേൽപ്പാലത്തിൻ്റെ ഒരു വശത്തായിട്ട് BC ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. മറുവശത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കുകയാണ്. നിലവിൽ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. കൂടാതെ ഡ്രൈനേജിൻ്റെ വർക്കും കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇനി നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ മേൽപ്പാലത്തിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ആ ഭാഗങ്ങളിൽ ഒരു വശത്തായിട്ട് റോഡിൻ്റെ 3 വരി പാതയിൽ BC ചെയ്യുന്ന വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ പാലം എലിവേറ്റഡ് ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് കോൺക്രീറ്റ് ചെയ്ത ഭാഗം കഴിഞ്ഞുള്ള ഭാഗത്ത് DBM ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DBMൻ്റെ വർക്കും നടക്കുകയാണ്. കോൺക്രീറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തായിട്ട് BC ചെയ്യുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. നമ്മളങ്ങനെ കറന്തക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. കറന്തക്കാട് നമ്മൾ ഈ ഇടത് ഭാഗത്തായിട്ട് BC വർക്ക് കഴിഞ്ഞതാണ്. കുറച്ച് ഭാഗങ്ങളായിട്ട് ഇനി വലതുവശത്തായിട്ട് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിലായിട്ട് DBM ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് BC ചെയ്യുന്ന വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ഈ കറന്തക്കാട് കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതാണ്. ഇനി ഈ ഭാഗങ്ങളായിട്ട് ലൈനിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ സൈഡിലായിട്ട് ലൈനിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ ഉടൻ ഈ ഭാഗങ്ങളിലായിട്ട് മുഴുവനായിട്ടും ലൈനിങ്ങിൻ്റെ വർക്ക് നമ്മുടെ മൊഗ്രാൽ പുത്തൂർ വരെ, പുത്തൂർ അണ്ടർ പാസേജിന് തൊട്ട് മുമ്പ് വരെ ലൈനിങ് മാർക്ക് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് കമൻ്റായി ചോദിക്കാറുണ്ട്, പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കുമോ ഇല്ലത്. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വർക്കുകൾ കഴിഞ്ഞാലും ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും തുറന്ന് കൊടുക്കുക. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന് താഴെയായിട്ടുള്ള കോൺക്രീറ്റിന് സ്ഥാപിച്ച തൂണുകളൊക്കെ എടുത്ത് മാറ്റുകയാണ്. നമ്മൾ ഈ വലത് ഭാഗം കാണുന്ന ഭാഗത്ത് സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. കൂടുതൽ പ്രേക്ഷകരും മൊബൈലാണ് വീഡിയോസ് കാണുന്നത് അറിയാം. അപ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ കറന്തക്കാട് കഴിഞ്ഞ് മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഈ ഭാഗങ്ങളൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഒരു ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ കോഴിക്കോട് ഭാഗത്തുള്ള വീഡിയോസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ കോഴിക്കോട് വടകര ഭാഗത്തുള്ള അപ്ഡേറ്റ്സുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്ത് 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ ഫാസ്റ്റാണ് നമ്മുടെ ULCC. അപ്പോൾ അടുക്കത്ത് വരെ ചെറിയൊരു അണ്ടർ പാസേജാണ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ കാസർഗോഡ് ജില്ല മറ്റു ജില്ലകളെ അപേക്ഷിച്ചിട്ട് അണ്ടർ പാസേജിൻ്റെ വലിപ്പം ചെറുതാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലൊക്കെ, ഞാൻ കുറ്റം പറയല, കണ്ണൂർ ജില്ലയിലൊക്കെ വലിയ അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഈ തലപ്പാടി ചെങ്കള റീച്ചിൽ ഏകദേശം ടാറിംഗ് പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഇനി നമ്മുടെ ഉപ്പള ഭാഗത്തുള്ള അവിടെ വർക്കുകൾ പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ കുമ്പള ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഭാഗത്ത് വീഡിയോ എടുക്കാതെ ഏകദേശം 1 മാസത്തോളമായി. എന്തായാലും നമ്മുടെ വടകര ഭാഗത്തുള്ള അപ്ഡേറ്റ്സ് കഴിഞ്ഞ ഉടൻ ഞാൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ
നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. നമ്മളങ്ങനെ അടുക്കത്ത് ബയൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുക്കത്ത് ബയലിലാണ് 2 ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്നത്. നമ്മുടെ അടുക്കത്ത് ബയൽ മുതൽ ഇരുവശത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും, നമ്മുടെ ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും ഈ ഭാഗങ്ങളിലായിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 2 മാസത്തിനകം നമ്മുടെ ഈ ആദ്യത്തെ റീച്ച് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നിലവിലിപ്പോൾ മാസ്റ്റിക് പാഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ DBM ചെയ്യുന്ന വർക്കുകളും കുറച്ച് ഭാഗങ്ങളായിട്ട് നടക്കുകയാണ്. നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന് താഴെയായിട്ട് നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.